സർ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അനന്തരവൾ തുലിപ് സിദ്ദിഖ് UK ട്രഷറി മന്ത്രിയായിരുന്നു. ഇപ്പോൾ പണി പോയെന്ന് കേൾക്കുന്നു. പണി പോയി. അഴിമതിയായിട്ട് ബന്ധപ്പെട്ടാണ് ഒരന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഇവർ വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ചില ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ടത്ര തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നൊരു പരാമർശം ആ റിപ്പോർട്ടിലുണ്ട്. ചില സ്ഥലങ്ങളെപ്പറ്റി ചില വ്യവസായികൾ, ഹസീനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യവസായികൾ കൊടുത്ത സ്വത്തുക്കൾ അതിവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവരെ പൊതുവെ മോചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അങ്ങനെ വേണമല്ലോ. അതെ, അതാ കമ്മീഷനോട് ആദ്യമേ പറഞ്ഞിട്ടാണല്ലോ ചെയ്യുക, പറഞ്ഞിട്ടുണ്ടാവും വെളുപ്പിക്കണമെന്ന്. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില പരാമർശങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ സർക്കാരിന് ഇനി ദോഷമൊന്നും ഉണ്ടാകരുത് എന്നല്ലേ രാജിക്കത്തിൽ എഴുതേണ്ടത്. അങ്ങനെ ഒരു രാജിക്കത്ത് എഴുതി കൊടുത്തു. അവർ രാജിവെച്ച് പോയി. അപ്പോൾ തുലിപ് സിദ്ദീഖ് അവിടെ ട്രഷറി മന്ത്രിയായിരുന്നു. സാധാരണഗതിയിൽ അവിടെ പറയുന്നത് ഇക്കണോമിക് സെക്രട്ടറി ടു ട്രഷറി എന്നാണ് പറയുക. പകരം ആളെയും ഒക്കെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. MR റെയ്നോൾഡ്സിനെ പകരം അവർ പെൻഷൻ മന്ത്രിയായിരുന്നു, അവരെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ ഇവർക്ക് പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് രാജിവെക്കേണ്ടിയിരുന്നത്. ജനുവരിയിൽ ഈ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നല്ലോ, അങ്ങനെ അപ്പോഴാണ് ഇവർ മന്ത്രിയാകുന്നത്. ധനവിപണിയിലെ അഴിമതി ഒക്കെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ജോലി. കള്ളപ്പണം ഇല്ലാതാക്കുക, അഴിമതി ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് ഇവർ ഏൽപ്പിച്ചിരുന്ന ദൗത്യം. പക്ഷേ ഇവർ തന്നെ അതിലൊക്കെ പങ്കാളികളാണ് എന്നാണ് വന്നത്. അപ്പോൾ ഇവർ ലോറി മെയ്നോസ് ഈ അഡ്വൈസർ ഓൺ മിനിസ്റ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ. മന്ത്രിമാർ അവർക്കുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഒക്കെ മര്യാദയ്ക്ക് പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ചുമതല, അതാണ് ലോറി മെയ്നോസിൻ്റെ ചുമതല. അഡ്വൈസറാണ്, ഉപദേഷ്ടാവ് ഇത്തരം കാര്യങ്ങളിൽ. അവരാണ് അന്വേഷിച്ചത്. അപ്പോൾ ഹസീനയുടെ ഈ സഖ്യകക്ഷികളുണ്ടല്ലോ, സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുമൊക്കെ, ഷെയ്ഖ് ഹസീനയുടെ സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല ഉദ്ദേശിക്കുന്നത്, വ്യവസായി കൂട്ടമൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള കച്ചവടം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആളുകളിലൊക്കെ അവർക്കും ബന്ധുക്കൾക്കും ഹസീനയുടെ ഈ സഖ്യത്തിൽപ്പെട്ട വലയത്തിൽപ്പെട്ട ആളുകൾക്കും ബന്ധുക്കൾക്ക് കൊടുത്ത സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ അതിൻ്റെ ഒരു ലാഭം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചത്. ഈ തുലിപ് സിദ്ദീഖ് ബെനഫിഷ്യറിയാണ് ഈ തുലിപ് എന്നുള്ളത്. അതിൻ്റെ ഗുണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന നടത്തിയ അഴിമതികളുടെ ഗുണം ഇവർക്ക് ഗുണഭോക്താവാണ് എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചത്. പക്ഷെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇവർ നിയമമൊന്നും ലംഘിച്ചിട്ടില്ല, അവിഹിത വഴിയിൽ സ്വത്ത് കിട്ടിയിട്ടില്ല. അവിഹിത വഴിയിൽ സ്വത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ മന്ത്രിയായിട്ടൊരു അഴിമതി നടത്തി സ്വത്ത് കിട്ടിയിട്ടില്ല എന്നേ നമ്മൾ ഉദ്ദേശിക്കേണ്ടതുള്ളൂ. അവിടെ മന്ത്രിയായിരിക്കെ 2013 ആണവ കരാർ മോസ്കോയിൽ പുട്ടിനുമായിട്ട് ഷെയ്ഖ് ഹസീന ഒപ്പിടുമ്പോൾ ഈ തുലിപ് സിദ്ദീഖ് അവിടെ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചൊരു ആരോപണം വന്നിരുന്നു, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷേ ആ കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ. ലോറി മെയ്നോസ് ചോദിച്ചിരുന്നു. ആ വിശദീകരണം സ്വീകരിക്കുകയും ചെയ്തു. ഇവർ വിശദീകരിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ടൂറിസ്റ്റായിട്ടാണ് അന്നവിടെ മോസ്കോയിൽ ഉണ്ടായിരുന്നത്. ഒരു സഞ്ചാരി എന്ന നിലയിൽ അവിടെ എത്തിച്ചേരുന്നത്, വിനോദസഞ്ചാരിയായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഈ എല്ലാ സ്വത്തുക്കളും ഇവരുടെ ഫ്ലാറ്റുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അത് സകലതുമായിട്ടും ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് റിപ്പോർട്ടിലൊരു വാചകമുണ്ട്. കിട്ടിയിട്ടില്ല അന്വേഷിച്ചപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ പലതിനും രേഖകളില്ല ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്നുള്ളത്. പിന്നെ അത് കുറേ നാൾ മുമ്പത്തതൊക്കെയാണ്, അപ്പോൾ തെളിവുകളും കിട്ടുന്നില്ല. അപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം കാരണം മന്ത്രി കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതാണ് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
തുലിപ്പ് പറയുന്നത് അവരുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അവർ വെളിപ്പെടുത്തിയിരുന്നു എന്നാണ്. പക്ഷെ സർക്കാരിന് ഇനി ഞാൻ കൂടുതൽ കുഴിയിൽ ചാടിക്കാനില്ല എന്നുള്ളത് കൊണ്ട് രാജിവെച്ചൊഴിയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്തിക്സിൻ്റെ പ്രശ്നത്തിൽ തന്നെ വേറൊരു മന്ത്രി അവിടെ രാജിവെച്ചിരുന്നു. ലൂയിസ് ഹെയ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ കഴിഞ്ഞ കൊല്ലം രാജിവെച്ചിരുന്നു. അവർ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരുന്നു, ഗതാഗത ചുമതലയുള്ള. അവരെ ഒരു തട്ടിപ്പ് കേസിൽ ശിക്ഷിച്ചിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത്തെ മന്ത്രിയാണ് ഇത് സ്റ്റാമർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോകുന്നത്. അവർ MP ആകുന്നതിന് മുമ്പ് ഒരു മൊബൈൽ ഫോൺ അവരുടെ മോഷണം പോയി എന്ന് പോലീസിൽ വ്യാജ പരാതി കൊടുത്തിരുന്നു. അവർ ആ മൊബൈൽ ഫോൺ ചിലപ്പോൾ വല്ല കുഴപ്പം പിടിച്ച കേസിൽ പെട്ടതായിരിക്കുമേ, അത് നഷ്ടമായി എന്ന് പറയാം. നഷ്ടമായി എന്ന് പറഞ്ഞിട്ടൊരു വ്യാജ കേസ് കൊണ്ട് കൊടുത്തിരുന്നു. അതിലാണ് ശിക്ഷിക്കപ്പെട്ടത് അവർ. ഇനി തുലൂപിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ ബംഗ്ലാദേശിൽ തുലൂപ്പിനെതിരെ അഴിമതി ആരോപണങ്ങൾ ധാരാളം ഉണ്ട്. ഈ ഡിസംബറിൽ ബ്ലൂംബെർഗിൽ ഇതിനെ സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ഇവർ ദ സിറ്റി UK എന്ന് പറഞ്ഞ മറ്റേ സ്ഥാപനത്തിൽ, സിറ്റി UK എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഈ റെയ്നോൾഡ്സ് ലോബിയിങ് ക്യാമ്പയിൻ്റെ ഭാഗം, റെയ്നോൾഡ്സ് എന്ന് പറയുന്നത് മറ്റേ ഇപ്പോൾ MR റെയ്നോൾഡ്സിനെ പകരം മന്ത്രിയായിട്ട് വെച്ച അവർക്കെതിരെ ആരോപണമുണ്ട്. അവർ നേരത്തെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, ദ സിറ്റി UK, ഒരു ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ അതിൽ ലോബിയിങ്ങിൻ്റെ ഭാഗമായിരുന്നു ഇവർ. അതായത് ചൈനയ്ക്ക് അനുകൂലമായി ഇവർ ലോബി ചെയ്തിരുന്നു ആ ജോലിയിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ ആരോപണമുണ്ട്. അപ്പോൾ തുലീപ്പിന്, ഈ തുലീപ്പ് സിദ്ദിഖി അമ്മായിക്ക്, അതായത് അമ്മായി എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന, അവർക്ക് വ്യവസായികൾ നൽകിയ സ്വത്തുക്കളിൽ തുലീപ്പിന് പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പല ആരോപണങ്ങളും. കിങ്സ് ക്രോസിനടുത്ത്, സെൻട്രൽ ലണ്ടനിൽ കിങ്സ് ക്രോസിനടുത്ത് ഇവർക്ക് 2 മുറി ഫ്ലാറ്റ് ഉണ്ട്. അത് 2004 കിട്ടിയതാണ്. മാതാപിതാക്കൾ കൊടുത്തതാണെന്നാണ് ഇവർ ഇതുവരെ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്, എനിക്ക് 2 മുറി ഫ്ലാറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മാഗ്നസിനോട് അന്വേഷിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈയിടെയാണ് ഞാൻ അറിഞ്ഞത് അതൊരു വ്യവസായി സമ്മാനമായിട്ട് കൊടുത്തതാണ്, ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ ഇടപാടുകളിൽ ഫ്ലാറ്റുകൾ കിട്ടിയിട്ടുണ്ട്. സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം വ്യക്തമാവുക. അതെ. അപ്പോൾ MP ആയിരിക്കെ 3 വർഷം ഇവർ ഹാംസ്റ്റഡിൽ ഒരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു, തുലിപ്പ്. അപ്പോൾ 2009 സഹോദരിക്ക് ഒരു വ്യവസായി കൊടുത്ത ഫ്ലാറ്റാണിത്. ഇവരുടെ സഹോദരിക്കൊരു വ്യവസായി കൊടുത്തത്. ഇതെന്തിനാണ് ഈ വ്യവസായി വെറുതെ ഷെയ്ഖ് ഹസീനയുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഫ്ലാറ്റ് കൊടുത്തതാണ്. ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ഈ 2 മില്യൺ പൗണ്ട് വില വരുന്നൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതെന്തിനാണ് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്? ഇല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാടക വീട് ഒരു വ്യവസായിയുടേതാണ്. ഷെയ്ഖ് ഹസീനയ്ക്കൊക്കെ പരിചയമുള്ള ഈ അമ്മായിയുടെ പാർട്ടിയുടെ ലണ്ടൻ ബ്രാഞ്ച് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വ്യവസായിയാണ് അയാൾ. സ്വന്തം ഫ്ലാറ്റ് തുലിപ്പിനുണ്ട്, എന്നിട്ടാണ് ഈ വാടക ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഇതുമൊക്കെ സംശയാസ്പദമാണ് മൊത്തത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇവരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഈ മാധ്യമങ്ങളിലൊക്കെ ധാരാളം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഈ മുഹമ്മദ് യൂനിസ് ഈ ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. അപ്പം മറ്റ് ചില പദ്ധതികൾ പറയും. ഇപ്പം റഷ്യ, മുഹമ്മദ് യൂനിസ് ഏതാരോപണമാണ്? അതായത് റഷ്യ അവിടെ ഒരു ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. അതിൽ കരാറ് പുട്ടിനു. അതെ. അപ്പോൾ $5 ലക്ഷം എന്തോ പിന്നെ മലേഷ്യൻ ബാങ്ക് വഴി കൈമാറ്റം ചെയ്തു. അതിനകത്ത് ഈ ഷെയ്ഖ് ഹസീനയും മകനും ഈ UK മരുമകളായ തുലീപ്പ് സിദ്ദിഖ് ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് അവർ പറഞ്ഞ് ഞങ്ങളുടെ അക്കൗണ്ടൊക്കെ പരിശോധിച്ചോ കുഴപ്പമൊന്നും ഇല്ലെന്നാണ്. ഇപ്പോൾ ഇവർ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അതിൽ കുറച്ച് യാഥാർത്ഥ്യമൊക്കെ ഉണ്ടെന്ന് വ്യക്തമാണ്, അല്ലേ? അതെ, അതിലാണല്ലോ ഇപ്പോൾ ഈ ടൂറിസ്റ്റായിട്ടാണ് ഞാൻ പോയത്. അതായത് പുട്ടിന് ഒപ്പിടുമ്പോൾ തന്നെ ടൂറിസ്റ്റായിട്ട് പോകണ്ടല്ലോ. അതെ, വേറെ ദിവസം പോവാമല്ലോ. അതെ, മോസ്കോയ്ക്ക്. അതെ.
അപ്പോൾ ഈ ടൂറിസ്റ്റ് ആ സമയത്ത് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യാത്രാ ചെലവും കൂടി വേറെ ആളുകൾ വഹിക്കും എന്നാണല്ലോ. അതെ, ആ ചടങ്ങിന് പോകാനുള്ള യാത്രാ ചെലവ് എന്നുള്ള രീതിയിലാവുമല്ലോ അല്ലേ കാര്യങ്ങൾ. അതിന് എന്നിട്ട് അവർ പറയുന്നത് ഞാൻ ടൂറിസ്റ്റ് ആണെന്ന്. അതെ, മാത്രമല്ല ഇങ്ങനത്തെ ഇടപാടുകൾക്ക് പോകുമ്പോൾ ആ ഇടപാട് സ്ഥലത്ത് വെച്ച് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടക്കണമല്ലോ. അതെ, അപ്പോൾ അവിടെ പ്രസന്റ് ആയിരുന്നില്ലെങ്കിൽ ഈ പൈസ കിട്ടാതെയും വരും, കിട്ടാനുള്ളത്. അപ്പോൾ ആ സമയത്ത് പോയി മേടിച്ചിട്ടൊക്കെ അല്ലേ തിരിച്ചു പോവുള്ളൂ. അതെ, എനിക്കുള്ളത് ഇങ്ങ് അന്നേക്കെന്നല്ലേ പറയാ, അത്രേ ഉള്ളൂ. പങ്കെടുക്കുന്ന ആളുകൾ അങ്ങനെയാണല്ലോ ഇടപാടുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കരിനിഴലിലാണ് ഇവരുടെ പോക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല മറ്റേ ആളുണ്ടല്ലോ, ഈ ഖലീദാസിയയുടെ മകൻ ഉള്ളത് ലണ്ടനിലാണ്, ലണ്ടനിൽ പ്രവാസിയാണ്. അതെ, ലണ്ടനിൽ ഇരുന്നിട്ടാണ് പറയുന്നത്. ലണ്ടനിലിരുന്ന് അങ്ങേരും ഒരു പണിയെടുത്തിട്ടുണ്ടാവുമല്ലോ. ഓപ്പറേഷൻ മൊത്തം ലണ്ടൻ കേന്ദ്രീകരിച്ചാണല്ലേ പണിയെടുത്തിട്ടുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.